ഹായ് ഡിയർ ഫ്രണ്ട്സ്, അതുല്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മരണവാർത്ത പുറത്ത് വരുന്നതിനോടൊപ്പം തന്നെ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്ത് വരുന്നുണ്ട്. അതായത് 17 വയസ്സുള്ളപ്പോഴാണ് ഈ കുട്ടിയുടെ എൻഗേജ്മെൻറ്റ് നടക്കുന്നതെന്ന് പറയുന്നു. അപ്പം ആ കുട്ടിയെ ഒരു താലപ്പൊലി നടക്കുന്ന സമയത്ത് അതിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അയാളുടെ വീട്ടുകാർ വഴി ആലോചിച്ചാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആ കുട്ടി കോളേജിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തും അത് വളരെ വലിയ മാനസിക പീഡനം, നിശ്ചയത്തിന് ശേഷം എൻഗേജ്മെൻറ്റിന് ശേഷം വളരെയധികം മാനസിക പീഡനം ഈ കുട്ടി അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. കാരണം അയാളുടെ മാനസികമായിട്ടുള്ള പ്രശ്നം കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഓരോ പ്രാവശ്യവും പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ, ഇപ്പോൾ കല്യാണത്തിന് ശേഷം പലതവണ മർദ്ദിച്ചു, അയാൾ നന്നായിട്ട് മർദ്ദിക്കുമായിരുന്നു പറയുന്നുണ്ട്. ഈ മർദ്ദനങ്ങൾ നടത്തി കഴിയുമ്പോൾ ഇയാൾ വന്ന് മാപ്പ് പറയുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടെ കുറച്ച് ഒരു 2-3 ദിവസമൊക്കെ വളരെ കാഷ്വലായിട്ട് അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. വീണ്ടും അയാൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. കാരണം ഇതിനകത്ത് പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളുടെ സ്വഭാവം ഒരിക്കൽ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് മാറാൻ വലിയ പാടാണ്. ഒരു പ്രാവശ്യം ഒരാൾക്കൊരു തെറ്റുപറ്റി, ഒരു തല്ലി അല്ലെ ഒന്നടിച്ചു, പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ അയാൾ എന്തോ ഒരു വികാര വിക്ഷോഭത്തിൽ എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അയാൾ സോറി പറഞ്ഞു, പിന്നെ അത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം അയാൾ അപ്പോഴത്തെ ആ ഒരു ഇതിൽ ചെയ്താണ്. പക്ഷേ വീണ്ടും തല്ലുന്നു, വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, അയാൾ മാപ്പ് ചോദിക്കുന്നു, പ്രശ്നം സോൾവ് ചെയ്യുന്നു, വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, അടിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു, അടിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഒരിക്കലും ഇയാളുടെ സ്വഭാവം മാറില്ല. ഇയാളുടെ സ്വഭാവം ഇതാണ്. നമ്മൾ മാപ്പ് ചോദിക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ അബലകളും തപലകളും ഒക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു മാപ്പും കൂപ്പും ഒക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അവരുടെ സ്വഭാവം മാറി, അവർ വളരെ നന്നായി. ഇപ്പം മാപ്പ് പറയുന്നത് പറഞ്ഞാൽ വെറുതെ ഒരു സോറി പറയുകയല്ലല്ലോ, ഇനി ഒരിക്കലും ചെയ്യില്ല, എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ്, ഞാൻ ചെയ്ത മിസ്റ്റേക്കാണ്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ ജയ 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 ഹേ എന്ന് പറഞ്ഞ ബേസിലിൻ്റെയും ദർശനയുടെയും ഫിലിം. അതിനകത്ത് നമ്മൾ വളരെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ദർശനെ തല്ലുന്നു, അന്ന് വൈകുന്നേരം ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നു, കോംപ്രമൈസ് ആവുന്നു. ഓക്കെ, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തല്ലുന്നു, കോംപ്രമൈസ് ആവുന്നു, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നു, കോംപ്രമൈസ് ആവുന്നു. ഓക്കെ, അതും ഈ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നതിൻ്റെയൊക്കെ ഇത് നമ്മൾ കണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഇവർ ഒരു ഫുഡ് പറയും, മറ്റവർ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് 2 പേർക്കും കൂടെ ഓർഡർ ചെയ്യും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾ സ്ത്രീകൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആൺകുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കളും കൂടെ ചില കാര്യങ്ങൾ, ചില പ്രിക്കോഷൻസ്, എങ്ങനെ സ്ത്രീകളോട് പെരുമാറണം, എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറേണ്ടത്, സ്ത്രീകൾക്ക് എത്ര റെസ്പെക്റ്റ് കൊടുക്കണം എന്നൊക്കെയുള്ളതൊന്ന് പറഞ്ഞു കൊടുത്ത് വേണം, മനസ്സിലാക്കി വേണം അവരെ മുന്നോട്ട് നയിക്കാനായിട്ട്. അല്ലാതെ അത് വീട്ടിൽ നിന്നേ പഠിക്കേണ്ടതാണ്. അച്ഛൻ അമ്മയെ റെസ്പെക്റ്റ് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ കണ്ടു വേണം ആൺമക്കളായാലും പെൺമക്കളായാലും വളർന്നു വരാനായിട്ട്. എങ്കിൽ മാത്രമേ നല്ലൊരു, അല്ലാതെ പെൺകുട്ടികളുടെ വീട്ടുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇങ്ങനെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പുറത്ത് എന്ന് വേണം മനസ്സിലാക്കാൻ.